ഫാൻസ് എന്താ പറയുക അറിയോ ആരെങ്കിലും പോണ കാലത്ത് അറിയോ? എല്ലാവർക്കും എന്താ പറയുക വാട്സപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ പറയണ പോലെ അങ്ങനെ കുറച്ച് ബാക്കിൽ നമുക്ക് കെട്ടിയത് അവരത് കുറച്ച് ഡിസ്റ്റൻസിൽ നിൽക്കാനാണ്. അപ്പം എല്ലാവർക്കും നന്നായിട്ട് നിൽക്കാൻ പറ്റും, ജെന്യുവനായിട്ട് ഇതൊക്കെ മത്സരാർത്ഥികൾക്ക് നിർദ്ദേശം കൊടുക്കാനുണ്ടോ? അത്രയും നിർദ്ദേശം നമ്മളായിട്ട് നിൽക്കാം. ബിഗ് ബോസിൽ പോയിട്ട് നമ്മൾ ഭയങ്കര എന്താ പറയുക ആ ഒരു 50 lakhs വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഫേസ് ആയിട്ട് നിൽക്കാം. ആ 100 ദിവസം എല്ലാം സംസാരിക്കുന്നത് നമ്മുടെ ജീവിതമെന്ന് എല്ലാവരും ചിന്തിക്കുക. അവിടെയാണ് ജീവിതം, അവിടെ മാക്സിമം നിൽക്കുക. അതല്ല സോ കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ റിയൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക ആസ് എ സ്റ്റാറിങ്. അപ്പോൾ എല്ലാവരും ജെന്യുവനായിട്ട് നിൽക്കാൻ പറ്റും. ഇത് പുറത്ത് കാണുന്ന പോലെ അത്ര ഈസി അല്ല. ഈ ബിഗ് ബോസ് ഷോയ്ക്ക് പണ്ടത്തെ പോലെ അറ്റൻഷൻ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. പണ്ടത്തെ പോലെ എല്ലാവരും കാണുന്നില്ല. രീതിയിലൊരു കണ്ടസ്റ്റന്റ് വന്ന ഒരു ഓളം സൃഷ്ടിക്കുക അങ്ങനെ തോന്നുന്ന ഞാനൊരു ആക്ടറിനോട് എപ്പോഴും പറയാതെ ധ്യാൻ ചേട്ടനാണ്. ധ്യാൻ ശ്രീനിവാസ് വരണം. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനത് സൂപ്പർ സിന്ധിക്കിൻ്റെ ടൈമിൽ ചേട്ടനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈസ് എ വെരി ജെനുവിൻ പേഴ്സൺ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ധ്യാൻ ചേട്ടൻ അതിനോട് എംബ്രേസ് ചെയ്യാന്നുള്ളത്? പക്ഷെ ആ രീതിയിലുള്ള ഒരു നടന്മാരം ആ രീതിയിലുള്ള വാല്യുള്ള നടന്മാരം വരാറില്ല. അതെനിക്കറിയില്ല. അത് ഏഷ്യാനെറ്റിൻ്റെ ടേക്കാണ്. ചേട്ടൻ ലീഡ് ചെയ്താൽ അല്ല ഇപ്പോൾ പലരും പറയും തൊപ്പി വന്നാൽ നന്നായിരിക്കും അറിയില്ല, രാമദേശീയിൽ വന്നാൽ നന്നായിരിക്കും, ചിലപ്പോൾ മൈത്രേയം വന്നാൽ നന്നായിരിക്കും. അങ്ങനെ ഓരോരുത്തരും ഓരോരോ ഒപ്പീനിയൻ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ മൈത്രേയം തൊപ്പിയൊക്കെ വന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും? എനിക്കറിയില്ല. ഞാൻ അധികം അതിൽ ഫോളോ ചെയ്യാത്ത. മൈത്രേയൻ സാറിനെ അറിയാം, ഹനീനെ അറിയുന്നത് ഹനീൻ്റെ ഫാദറാണ്. ഭയങ്കര ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ഒരു സാറാണ്. എല്ലാവരും താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് ഡേ കേട്ടോ. ഇതൊക്കെ ഇടുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് ഫിൽറ്ററൊക്കെ ചെയ്ത് നല്ല ഷോർട്സ് ഒക്കെ ഇടണം കേട്ടോ. അപ്പോഴേക്കും 10 കണ്ടന്റ് വേറെ പോയിട്ടുണ്ടാവും. അത് നിങ്ങളല്ലേ ഈ കണ്ടിട്ട് അല്ലാതെ വേറെ ആൾക്കാർ നിങ്ങളിൽ ഒരാളാണല്ലോ വേറൊരാളല്ലേ. അപ്പം നിങ്ങളും കൂടി കുറച്ചൊന്ന് എന്താ പറയുക ഇത് ഫിൽറ്റർ ചെയ്യാനായിട്ട് നിങ്ങളും ശ്രദ്ധിക്കാം. വ്യൂവിന് വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം വേറെ ഒരു ഇവൻറ്റിന് പോയപ്പോൾ എനിക്കറിയില്ല നിങ്ങളത് കണ്ടോ, ഫോൺ വിളിച്ചുകൊണ്ട് ഞാൻ വിളിക്കുന്ന ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ആൾക്കാർ വൈറലാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫോൺ വിളിച്ചതല്ല, പക്ഷെ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ നമുക്കൊരു തന്ത്രധർമ്മമുണ്ട്. എല്ലാത്തിനും നമുക്കൊരു ഞാനത്